Let's go to the next question. Question number 11. See, given below are two statements. Again, statement question. Paranitrophenol is more acidic than metanitrophenol and orthonitrophenol. Okay, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് അനലൈസ് ചെയ്യാം. സി വി ഹാവ് പാരാനൈട്രോഫിനോൾ അല്ലേ. നോക്കൂ, നമ്മൾ ഇവരെ മൂന്ന് പേരുടെയും അസിഡിക് ക്യാരക്ടർ ഒന്ന് കൺസിഡർ ചെയ്യാം. സി വി ഹാവ് ഫസ്റ്റ് വൺ paranitrophenol. See we are OH here and NO2 here. This is paranitro. And next one is metanitro. അല്ലെങ്കിൽ we have orthonitro. അപ്പോൾ ഇയാളെ ഞാൻ വരച്ചു. Here we have OH and here we have NO2. And last one is metanitro. Metanitro. Here OH and here we have NO2. അപ്പൊ ഇത് മൂന്നും നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. മക്കളെല്ലാവരും നോക്കുക, ഇതിൽ ആരാണ് കൂടുതൽ അസിഡിക് ആയിട്ടുള്ളത്? അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മെറ്റാ പൊസിഷനിലാണ് ഇവിടെ NO2 വന്നിരിക്കുന്നത്. മെറ്റാ പൊസിഷനിൽ NO2 വന്നാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് പാരയിലോ ഓർത്തോയിലോ വരുന്ന അത്രത്തോളം ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് NO2 എന്തു സ്വഭാവക്കാരനാണ് അല്ലെ. NO2 എന്ന് പറയുന്നത് ഒരു -R ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു -I ഗ്രൂപ്പാണ്. കുട്ടികളെ, -Rോ -Iയോ വരികയാണെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ NO2 ഇതിൽ നമുക്ക് -Iയും കൂടുതലാണ്, -Rഉം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ -R ഉണ്ട്, -I കുറവാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരാണ് കൂടുതൽ അസിഡിക് എന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ, വാട്ട് ഈസ് ദ ഓർഡർ എക്സ്പെക്ടഡ്? വാട്ട് ഈസ് ദ എക്സ്പെക്ട് ഓർഡർ? എക്സ്പെക്ട് ഓർഡർ ഈസ് ഓർത്തോ ഈസ് ഗ്രേറ്റർ ദാൻ, പാരാ ഈസ് ഗ്രേറ്റർ ദാൻ മെറ്റ. ബട്ട് ദ റിയൽ ഓർഡർ, ബട്ട് ദ ഒബ്സർവ്ഡ് ഓർഡർ ഓഫ് അസിഡിക് ക്യാരക്ടർ വിൽ ബി പാരാ ഗ്രേറ്റർ ദാൻ, ഓർത്തോ ഗ്രേറ്റർ ദാൻ മെറ്റ. എന്താണ്ടേ ഓർത്തോ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞു പോയത്? തീർച്ചയായിട്ടും നമ്മൾ പല സ്ഥലങ്ങളിൽ ഇയാളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓർത്തോയിൽ എന്ത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് അയാളുടെ അസിഡിക് ക്യാരക്ടർ സ്ലൈറ്റ്ലി കുറഞ്ഞു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിക്കാം. ആരാ കൂടുതൽ അസിഡിക്? നോക്കൂ, ഒബ്സർവ്ഡ് എന്താണ്? പാരാ അല്ലേ. അപ്പൊ പാരാനൈട്രോഫിനോൾ ഈസ് മോർ അസിഡിക്. ശരി തന്നെയാണ്, ബാക്കിയുള്ള ഇറ്റ്സ് കൗണ്ടർ പാർട്ടിനെക്കാളും. അടുത്തത്, എത്തനോൾ വിൽ ഗീവ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി വിത്ത് ലൂക്കാസ് റിയേജൻ. നമുക്കറിയാം ആൽക്കഹോളിന്റെ അല്ലെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ആരെ പഠിച്ചത്? ലൂക്കാസ് ടെസ്റ്റ് പഠിച്ചത്. അപ്പൊ ലൂക്കാസ് ടെസ്റ്റിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു അല്ലെ? ലൂക്കാസ് റിയേജന്റിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വി സ്റ്റഡീഡ് tertiary greater than, secondary greater than primary. Tertiary alcohol will give immediate turbidity. Immediate turbidity. എന്നാൽ സെക്കൻഡറി ആഫ്റ്റർ സം ടൈം, പ്രൈമറി നോർമലി തരില്ല എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. എത്തനോൾ. എത്തനോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, എത്തനോൾ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ആൽക്കഹോളാണ്. എത്തനോൾ ഈസ് എ പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ അയാള് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി തരും. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഹി നെവർ ഗീവ്സ് ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി, ബട്ട് ഇൻസ്റ്റെഡ് ഹി ഈസ് നോർമലി നോട്ട് ഗിവിംഗ് ടർബിഡിറ്റി, ബട്ട് ഇറ്റ് വിൽ ഗീവ് ഓൺലി ഓൺ ഹീറ്റിംഗ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് ഏത് നമ്മൾ എടുക്കണമെന്ന് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 is a true statement, 2 is false. അപ്പോൾ ഞാൻ ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇത് ആദ്യത്തേത് അല്ലെങ്കിൽ ആൽക്കഹോളിൽ വരുന്നതെന്ന് പറയാം അല്ലെ. യെസ്, വി ക്യാൻ സേ ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ചാപ്റ്റർ ആൽക്കഹോൾ.